ഹലോ, എല്ലാവർക്കും നമസ്കാരം. അന്വേഷി യൂട്യൂബ് ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. നമ്മളുണ്ടല്ലോ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് നമ്മൾ കേരള ഹൗസിലാട്ടോ. ഡൽഹിയിലെ ജന്തർ മന്ദർ റോഡിലാണ് കേരള ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂഡൽഹിയിലെ കേരള സർക്കാരിന്റെ എംബസിയാണ് കേരള ഹൗസ്. ബഹുമാനപ്പെട്ട ഗവർണർ, മുഖ്യമന്ത്രി, ഹൈക്കോടതി ജഡ്ജിമാര്, MLA, മന്ത്രിമാർ തുടങ്ങി അവർക്കെല്ലാവർക്കും ഗസ്റ്റ് ഹൗസ് സൗകര്യമുണ്ട് ഇവിടെ. ഇവിടെ നടത്തി വരുന്ന ഒരു ക്യാൻറ്റീൻ പദ്ധതിയാണ് സമൃദ്ധി എന്ന് പറഞ്ഞത് അറിയപ്പെടുന്നത്. നിങ്ങൾ കണ്ടോ, നല്ല തിരക്കാണ് ഇവിടെ. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നല്ല തിരക്കുണ്ട്, നല്ല വിശപ്പുണ്ട്. 2013 മുതലാണ് ഈ ക്യാൻറ്റീൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. ഡൽഹിയിൽ താമസിക്കുന്ന കേരളത്തിലെ ഭക്ഷണപ്രേമികളുടെ ഇഷ്ട ഭോജനാലയമാണ് ഇത്. മിതമായ നിരക്കിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഭയങ്കരമായിട്ട് തിരക്കാണ്. ഇനി നമ്മൾ പോകുന്നത് അല്ലേ, നമ്മളെങ്ങോട്ടാ മെയിൻ ഡെസ്റ്റിനേഷൻ രാഷ്ട്രപതി ഭവൻ കാണാൻ വേണ്ടിയിട്ടാണ്. രാഷ്ട്രപതിയുടെ കൊട്ടാരം, രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയാണ് രാഷ്ട്രപതി ഭവൻ. നമ്മൾ രാഷ്ട്രപതി ഭവന്റെ ഉള്ളിലോട്ട് പോവാണ് കാണാൻ വേണ്ടിയിട്ട്. അതിന്റെ പുറമേ ഉള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. നല്ല തണലാണ്, ഒരുപാട് വൃക്ഷങ്ങളുണ്ട്, ഒരുപാട് ചെടികളുണ്ട്, ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്, പൂക്കളുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഭവന്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ രാഷ്ട്രപതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ. ഈ കാണുന്ന മുറി വരെ നമുക്ക് ഫോണൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇവിടെ രാഷ്ട്രപതിമാരുടെ എല്ലാവരുടെയും ഫോട്ടോസ് ഉണ്ട്. പിന്നെ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ, കുറേ ഫോട്ടോസും ഒക്കെ ഉണ്ട് ഈ ചുമരിൽ നിറയെ. രാജ്പഥിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ ഗേറ്റിന് മുന്നിലാണിത്. ഇതിനുള്ളിലൊക്കെ നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ. പുറമേ നിന്ന് മാത്രമേ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. മുറികളാണ് ഇതിനുള്ളിൽ. നിറയെ മുറികൾ വളരെ മനോഹരമായിട്ട് തന്നെ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. 330 ഏക്കർ എസ്റ്റേറ്റിലാണ് ഈ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പണി പൂർത്തിയാക്കാനോ ഏകദേശം 17 വർഷം എടുത്തു എന്നാണ് പറയുന്നത്. ആദ്യം ഇതിന്റെ പേര് വൈസ്രോയി ഭവൻ ആയിരുന്നു. പിന്നീട് 1950 ജനുവരി 26 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആവുകയും ഈ കെട്ടിടത്തിന്റെ സർക്കാർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് മാറ്റിയിട്ട് രാഷ്ട്രപതി ഭവൻ എന്നാക്കി മാറ്റുകയാണ് ഉണ്ടായത്. 4 നിലകളിലായിട്ട് 340 മുറികളാണ് രാഷ്ട്രപതി ഭവനുള്ളത്. രാഷ്ട്രപതി ഭവന്റെ മുമ്പിൽ വളരെ പ്രശസ്തമായിട്ടുള്ള രാഷ്ട്രപതി ഭവൻ മുഗൾ ഗാർഡൻ 15 ഏക്കറിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കണം. ഏറ്റവും വളരെ മനോഹരമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് പൂക്കളും ഔഷധ സസ്യങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് ഈ ഗാർഡൻ. രാഷ്ട്രപതി ഭവനുള്ളിലെ ഞാൻ കണ്ട കാഴ്ചകൾ കുറച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ വീഡിയോസ് ഒന്നുമില്ല. മറ്റു രാഷ്ട്രതലവന്മാരൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെ വരുമ്പം അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള റൂമുകൾ, പിന്നെ രാഷ്ട്രപതിയുടെ വലിയൊരു ഓഫീസ്, പിന്നെ സുപ്രധാനമായിട്ടുള്ള അവാർഡ് ദാന ചടങ്ങുകൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച ഒരുപാട് റൂമുകൾ, അതുപോലെ വിദേശ രാജ്യത്തിലുള്ള പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയിട്ട് മറ്റൊരു വിശാലമായിട്ടുള്ള റൂം, അങ്ങനെ ഒരുപാട് റൂമുകളുണ്ട്. എന്ത് ഭംഗിയാണ് കാണാൻ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ദർബാർ ഹാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാളുണ്ട്, വലിയൊരു ഹാള്. അതാണ് കാണേണ്ട കാഴ്ച. ഏകദേശം 2.5 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഇടനാഴികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഒരു ലൈബ്രറി ശേഖരം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതുപോലെ ഈ രാഷ്ട്രപതി ഭവൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് തൊഴിലാളികളുണ്ട് അതിൻ്റെ ഉള്ളിൽ. രാജകീയമായ കൊട്ടാരം എന്ന് പറഞ്ഞാൽ പോരാ, അതുക്കും വിലയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയാണ്. ഓക്കെ.